എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ലയൺ ആണെങ്കിൽ ഹെൽപ്പ് ചോദിക്കും. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. അവർ ടെമ്പററി ആയിട്ട് ഇപ്പൊ അവിടെ നിന്ന് മാറി കാട്ടിലേക്ക് പോവാണ്. അവർ മാസ്ക് ഉപയോഗിച്ചും ടവല് വെച്ച് മുഖം പൊത്തിയൊക്കെ അങ്ങനെ അതുവഴി നടക്കും. പക്ഷെ കാട്ടില് ചില ഭാഗത്തൊന്നും ആ പോയിസൺ കൂടുതലായിട്ട് സ്പ്രെഡ് ആയിട്ടില്ല. ഇപ്പൊ അവർ അവിടേക്ക് എത്തി നീണ്ട 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവരെ കൊണ്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പോയിസൺ വീണ്ടും വീണ്ടും അവിടെ മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും സീസർ അവൻ വളരെ സന്തോഷത്തില് അങ്ങനെ പറയാ, സത്യത്തില് എനിക്ക് എന്നോട് തന്നെ ഒരുപാട് അഭിമാനം തോന്നുന്നു. ഈ ഒരു പോയിസൺ ഗ്യാസ് അത് കണ്ടെത്തിയത് ഞാനാണ്. അവനത് പറയേണ്ട താമസം ചോപ്പറും സാഞ്ചിയും അവർ ചാടി വന്ന് അവനെ അച്ചരം പൊച്ചറ ഇട്ടിക്കുകയാണ്. കാരണം ഇത്തരത്തിലൊന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഗതി വന്നത്. എന്നിട്ടും അതിലവന് യാതൊരു കുറ്റബോധവും ഇല്ല. ചോപ്പറിനെ സാഞ്ചിയുടെ ഇടിയില് ചോരയൊക്കെ തുളുമ്പി 500ന്റെ ബൾബൊക്കെ കത്തിച്ച് അവനങ്ങനെ നിൽക്കുകയാണ്. ചോപ്പർ പറയും, സത്യം പറയും, ഈ പോയിസൺ ഗ്യാസ് അത് എത്ര ദിവസം കൊണ്ട് ആൾക്കാരുടെ ജീവൻ എടുക്കും? അതിനവൻ പറയും 48 മണിക്കൂർ. അതില് 24 മണിക്കൂർ ഓൾറെഡി കഴിഞ്ഞു. അത് കേട്ട് വീണ്ടും ചോപ്പർ അവനെ ഇടിക്കുകയാണ്. പോയിസൺ ഗ്യാസ് അത് വളരെ സ്ലോ ആയിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. മാത്രമല്ല നീ ഇത് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന്റെ ആന്റിഡോട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാനും നീ വിചാരിച്ചാൽ സാധിക്കും. സോ എത്രയും വേഗം അത് ക്രിയേറ്റ് ചെയ്ത് ഇവിടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തണം. സീസർ ആണെങ്കിൽ ടെൻഷൻ ആവും. ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്ക്. നിങ്ങൾ കരുതും പോലെ ഇവിടെയുള്ള ട്രൈബ്സ് അവർ നിസ്സാരക്കാരല്ല. അവർക്ക് ഹ്യൂമൻ ബീങ്സിനെ ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ അവരുടെ കയ്യിൽ കിട്ടിയ അവർ കടിച്ചു മുറിച്ച് തിന്നും. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തലയിടാതെ നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയും. ഇതൊക്കെയാണെങ്കിൽ ആ കഥയൊക്കെ കേട്ട് അങ്ങനെ ദേഷ്യം കൂടി വരും. ആ സീസറിന് അവന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ലാന്ന് ലൂഫിക്ക് തീർച്ചപ്പെടും. അതിനുശേഷം വീണ്ടും സീസറും സാഞ്ചിയും അവർ 150 പറഞ്ഞ് 100 പറഞ്ഞ് ഒരിഞ്ഞ തർക്കം. സീസർ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് ആവശ്യമാണെങ്കിൽ മര്യാദയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത് എന്നോട് ചോദിക്കണം. സാഞ്ചി അവൻ സീസറിന്റെ ഹാർട്ട് അതങ്ങനെ കയ്യിലെടുത്ത് ഞെക്കാനായിട്ട് തുടങ്ങും. മര്യാദയ്ക്ക് ഇവർ പറഞ്ഞതുപോലെ ആന്റിഡോട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഈ ഹാർട്ടിൽ പിടിച്ചമർത്തി ഇവിടെ വെച്ച് തന്നെ നിന്നെ കൊന്നു കളയെന്ന് പറയും. അങ്ങനെ വേറെ വഴിയില്ലാതെ അവൻ ആന്റിഡോട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണെങ്കിൽ ആ ആന അതങ്ങനെ വെള്ളം മുകളിലേക്ക് ചീറ്റിക്കുകയാണ്. ആ വെള്ളത്തിൽ പെട്ട് ചോപ്പറും സീസറും അവർ ഒഴുകിപ്പോവും. സാഞ്ചി ആണെങ്കിൽ സ്കൈ വാക്ക് ചെയ്ത് ഇപ്പൊ ചോപ്പറിനെ രക്ഷിച്ച് സീസറിനെ ചവിട്ടി ഒരു മരത്തിലിടുകയാണ്. എത്രയും വേഗം ചോപ്പർ പറഞ്ഞ കാര്യം നീ ചെയ്യണം, എനിക്ക് നാമിയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ നാമിയെ ലക്ഷ്യമാക്കി പോവും. സാഞ്ചി അങ്ങനെ സ്കൈ വാക്ക് ചെയ്ത് വരുമ്പോഴായിരിക്കും ബ്രൂക്ക് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണുക. അവിടേക്ക് ചാടി വീണ സാഞ്ചി ആ വില്ലനെ തല്ലി താഴെയിടും. ഉടനെ ബാക്കിയുള്ളവരെല്ലാവരും നമ്മുടെ ആൾക്കാരെ കണ്ട് പേടിച്ച് അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് നാമിയാണെങ്കിൽ ആ ലേഡി ഡോക്ടറെ അവളെ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സീസറും ചോപ്പറും അവർ രണ്ടുപേരും ഇപ്പോ ഗ്രാമത്തിലേക്ക് വന്ന് അവിടെയുള്ള ഗ്യാസ് അത് ന്യൂട്രലൈസ് ചെയ്യാണ്. ചോപ്പർ ആണെങ്കിൽ സീസറിനോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ആ വില്ലന്മാര് ഈ ഐലാൻഡിന്റെ ഏതെങ്കിലുമൊക്കെ മുക്കിലും മൂലയിലും അങ്ങനെ മറിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോ വേണമെങ്കിലും ഒരു അറ്റാക്ക് അത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ് ബോധം കെട്ട് കിടക്കുന്നവരുടെയും പാരലൈസ്ഡ് ആയി കിടക്കുന്നവരുടെ അടുത്തേക്ക് നമ്മുടെ ആൾക്കാർ കടന്നു വരും. ഇവിടെ വാണ്ടയാണെങ്കിൽ നാമി അവൾ വില്ലത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഒരു സ്ക്വാഡ് എടുത്ത് ചാടി വീഴുകയാണ്. നാമി ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് തിരിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. അതിന് വാണ്ട പറയും, നിങ്ങൾ ഒരു കാരണവശാലും വെറുതെ വിടില്ല. ഞങ്ങളുടെ ഐലാൻഡിലെ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നു തള്ളി. നിങ്ങൾ ഇതിനുള്ളത് അനുഭവിച്ചേ പറ്റൂ. നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ അന്വേഷിച്ചു വന്ന ആളിവിടെ ഇല്ല. അത് ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഈ ചെയ്തതിനുള്ളത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കുകയാണ്. നാമിക്കാണെങ്കിൽ എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല. ചുറ്റും ഒരുപാട് പേര് ബോധം കെട്ട് കിടക്കുന്നു. ആണ്ടയാണെങ്കിൽ ഞൊട്ടിയടയിൽ ഒരു ബോംബ് അതിപ്പോ നാമിയുടെ ബോഡിയിൽ കണക്ട് ചെയ്യാണ്. അപ്പോഴേക്കും നാമി രക്ഷിച്ച ആ ഒരു പെൺകുട്ടി അവൾ അവിടേക്ക് ഓടി വരും. വാണ്ട, അവരൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ അറ്റാക്ക് ചെയ്ത ആ വില്ലന്മാര് അവരെല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞു. അവര് നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. ഒരു കാരണവശാലും അവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും വാണ്ട ഷോക്കായി അവള് തീ കൊളുത്തിയ ആ ബോംബിലേക്ക് നോക്കുക. അടുത്ത നിമിഷം അതവൾ അണക്കുകയാണ്. അതിനുശേഷം ആ ലയൺ ആണെങ്കിൽ ഇപ്പൊ വാണ്ടയോട് പറയും, ഇവര് നമ്മുടെ ശത്രുക്കളല്ല, നമ്മളെ രക്ഷിക്കാൻ ഇവിടേക്ക് എത്തിയതാണ്. അല്പം കഴിയുമ്പോഴേക്കും സീസറും ചോപ്പറും അവർ ആന്റിഡോട്ട് മെഡിസിനുമായിട്ട് അവിടേക്ക് ഓടിയെത്തും. കമോൺ, എത്രയും വേഗം നിങ്ങൾ ഈ ആന്റിഡോട്ട് എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പോയിസൺ അത് നിങ്ങളുടെ ബോഡി മുഴുവൻ സ്പ്രെഡായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം.
ഈ ഐലാൻഡിലെ ഹോസ്പിറ്റൽ അതെവിടെ? എനിക്കിനിയും ഒരുപാട് ഐറ്റംസ് ആവശ്യമാണ്. ഞാനൊരു ഡോക്ടറാണ്. നിങ്ങൾ ആരെയും മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയും. അത് കേട്ട് വാണ്ടയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷാവും. അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിയ ആ ഒരു മൊമെന്റിലാണ് അവരെ രക്ഷിക്കാൻ അവിടേക്ക് നമ്മുടെ ആൾക്കാർ ദൈവദൂതന്മാരെ പോലെ അവിടേക്ക് എത്തിയത്. നമ്മുടെ ആൾക്കാരെ കൊണ്ട് പറ്റും പോലെ എല്ലാവർക്കും ആന്റിഡോട്ട് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് പോയിസൺ അധികം സ്പ്രെഡ് ആവാത്ത ആ കാടിന്റെ നടുവിലുള്ള കോട്ടയിലേക്ക് എല്ലാവരെയും പറഞ്ഞയക്കുകയാണ്. അത് മാത്രമല്ല, കാടിനുള്ളിൽ വലിയ പരുക്കുകളും പ്രശ്നങ്ങളൊന്നും പറ്റാത്ത എല്ലാവരും ഇപ്പൊ നാട്ടിലേക്ക് വന്ന് പരുക്കുകൾ പറ്റിയ ഓരോരുത്തരെയും ഇവാക്യുവേറ്റ് ചെയ്ത് കാട്ടിലേക്ക് കൊണ്ടുപോവാണ്. അതിനുശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാൻ തുടങ്ങും. പരുക്ക് പറ്റിയവര്, മരണപ്പെട്ടവര്, പോയിസൺ ഗ്യാസ് ശ്വസിച്ചവര്, അങ്ങനെ എല്ലാവരും സെഗ്രിഗേറ്റ് ചെയ്ത് കിടത്തി ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാവരും ചേർന്ന് കൊടുക്കുകയാണ്. ഒറ്റക്കെട്ടായി നിന്ന് അവിടെയുള്ള എല്ലാവരെയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഇപ്പൊ പഴയ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ചോപ്പറിനും നമ്മുടെ ആൾക്കാർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും അവർ കൂടെ നിന്ന് തന്നെ ചെയ്തു കൊടുക്കും. കാരണം അവസാനത്തെ പ്രതീക്ഷ എന്നോളം അവരെ രക്ഷിക്കാൻ കറക്റ്റ് ടൈമിൽ കടന്നു വന്നത് നമ്മുടെ ആൾക്കാരാണ്. പ്രധാനമായിട്ടും 2 കിങ്ങുകൾക്കും അവർ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇപ്പൊ പതിയെ പതിയെ സുഖം പ്രാപിപ്പിക്കുകയാണ്. ജനങ്ങളെല്ലാവരും അപകടഘട്ടം അത് തരണം ചെയ്ത് കഴിഞ്ഞു. ഉടനെ സാഞ്ചി ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അവർക്കാണെങ്കിൽ ആ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടാവും. സാഞ്ചി ആ ലയനോട് ചോദിക്കും, നിനക്ക് അല്പം കൂടെ ഫുഡ് വേണോ? അതിനത് പറയും, വേണ്ട, ആക്ച്വലി എനിക്ക് നിന്റെ ഫുഡ് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ഇത് മുഴുവൻ ഞാൻ തിന്നു തീർത്താ ഇവിടെയുള്ള ബാക്കി ആർക്കും ഫുഡ് കാണില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആദ്യം അവരുടെ പരുക്കുകളൊക്കെ വെച്ച് കെട്ടി അവരെ ഹീൽ ചെയ്തു. അതിനുശേഷം അവരുടെ വിശപ്പും അകറ്റി. ഇനി അവരുടെ മനസ്സിനെ അതിനെ കുറച്ചൊന്ന് റിലാക്സ് ആക്കാനായിട്ട് ബ്രൂക്കാണെങ്കിൽ നല്ല അടിപൊളി പാട്ട് പാടി ഇതിനൊക്കെ വായിച്ച് അവരെ രസിപ്പിക്കുകയാണ്. വാണ്ടയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ആരാണെന്ന് പോലും അറിയാതെ നമ്മുടെ ആൾക്കാർ അവരെ ഇത്രയും ഹെൽപ്പ് ചെയ്തു. അവള് നാമിയെ പൊത്തരം കിസ് ചെയ്ത് അവളോട് പറയും, ഒരു കാരണവശാലും ഞങ്ങളുടെ ലൈഫ് എൻഡ് വരെ ഈ ഒരു കാര്യം ഞങ്ങൾ മറക്കില്ല. ഫ്രാങ്കി ആണെങ്കിൽ ആ സ്റ്റോറി ഒക്കെ കേട്ട് കരയാനായിട്ട് തുടങ്ങും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഫുൾ കലിപ്പ്. ആ വില്ലനെ അവനെ എന്റെ കൈകൊണ്ട് എനിക്ക് തല്ലിക്കൊല്ലണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഓൾറെഡി ഡെഡ് ആയതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ലൂഫി അവൻ ഒത്തിരി വിഷമത്തിൽ പറയും. പക്ഷെ വാണ്ടയ്ക്കാണെങ്കിൽ അതിലൊട്ടും വിശ്വാസമില്ല. ആ വില്ലൻ മരിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് വാണ്ട വിശ്വസിക്കുന്നത്. ഉടനെ ചോപ്പർ പറയും, ഓക്കെ, നിങ്ങൾ ഇവിടെ കാര്യമായിട്ട് ഡിസ്കഷൻ ഒക്കെ നടത്ത്. എനിക്ക് എത്രയും വേഗം നമ്പർ 2 ക്യാറ്റ് കിങ്ങിന്റെ അടുത്തേക്ക് പോകണം. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സമയമായെന്ന് പറയും. അതിന് വാണ്ട പറയും, ഞാനും നിന്നോടൊപ്പം വരാം. ആക്ച്വലി ഈ 2 കിങ്ങുകളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് അത് നമ്മുടെ വാണ്ട പെണ്ണാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്കും അദ്ദേഹത്തെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നും. ചോപ്പർ പറയും, ആക്ച്വലി ആള് വളരെ പെട്ടെന്ന് തന്നെ ക്യൂറായി. പക്ഷെ നിങ്ങൾ അവിടേക്ക് പോകുന്നത് ആൾക്ക് ഇഷ്ടാകുമോ എന്ന് അറിയില്ല. അത് കേട്ട് വാണ്ട വണ്ടർ അടിച്ചു പറയും, അയ്യോ ഇല്ല ഇല്ല, അദ്ദേഹത്തിന് നിങ്ങളെ എല്ലാവരെയും കാണുന്നത് ഒരുപാട് ഇഷ്ടാവെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ കൂട്ടി കൊണ്ടുപോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.